morning to all. Today we will be discussing the topic deflection of a moving particle by a particle at rest. By a particle at rest. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൊളീഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ടാണ് നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കൊളീഷൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, രണ്ട് വസ്തുക്കൾ കൊളൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ വരണമെന്ന് നിർബന്ധമില്ല എന്നും ആ കൊളീഷൻ വഴിയായിട്ട് അതിൻ്റെ മൊമെൻറ്റത്തിന് ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഏതൊരു പ്രോസസ്സിനെയും കൊളീഷൻ എന്ന് നമുക്ക് വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. സോ നമ്മളിവിടെ ചെയ്യുന്നത്, ഒരു പാർട്ടിക്കിൾ റെസ്റ്റിലിരിക്കുന്നു, ആ പാർട്ടിക്കിളിനെ ഒരു മൂവിങ് പാർട്ടിക്കിൾ അപ്രോച്ച് ചെയ്യുന്നു. സോ ഇത് തമ്മിലുള്ള ഇൻ്ററാക്ഷനും അതിൻ്റെ കൊളീഷനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ ടു ഡിഫറെൻറ്റ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഒന്ന് ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസും മറ്റൊന്ന് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസും. അങ്ങനെ ഈ ഒരു കൊളീഷനെ രണ്ട് ഡിഫറെൻറ്റ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നുകൊണ്ട് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, സോ കൺസിഡർ a particle of mass m1. Consider a particle of mass m1 colliding elastically with another particle of mass m2 which is initially at rest. Initially at rest in the laboratory frame of reference. Okay. Suppose in this frame the initial velocity of m1 be u1, and after collision the final velocity be v1 in a direction making an angle theta 1 with its initial path. Okay. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. നമ്മൾ ഈ ഒബ്സർവ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് ലാബോറട്ടറി ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം ഇതാണ്. നമുക്ക് രണ്ട് മാസ് ഉണ്ട്, m1 m2. അതിൽ ഈ m2 എന്ന് പറയുന്ന മാസ് റെസ്റ്റിലാണ്. ഓക്കെ, ഇത് മൂവ് ചെയ്യുന്നില്ല. നൗ ഇവിടെ ഒരു m1 എന്ന് പറയുന്ന മാസ് u1 വെലോസിറ്റിയിൽ ഈ m2 മാസിനെ അപ്രോച്ച് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് കേസ്. ദിസ് ഈസ് ദ കേസ് ബിഫോർ കൊളീഷൻ. കൊളീഷന് മുമ്പുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി കൊളീഷന് ശേഷം, ആഫ്റ്റർ കൊളീഷൻ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആഫ്റ്റർ കൊളീഷൻ ഇപ്പോൾ എന്താണ്? m1 m2നെ അപ്രോച്ച് ചെയ്യുന്നു. m1ഉം m2ഉം തമ്മിൽ കൊളൈഡ് ചെയ്തു. ഓക്കെ, m1 എന്ന് പറയുന്നത് മൂവ് ചെയ്ത ഡയറക്ഷൻ എന്ന് പറഞ്ഞ ഇതായിരുന്നു. m1 ഈ പാത്തിൽ കൂടിയായിരുന്നു മൂവ് ചെയ്തത്. അപ്പോൾ ഇവിടെ m1ഉം m2ഉം കൊളൈഡ് ചെയ്തു. ആ കൊളീഷൻ വഴിയായിട്ട് m1ൻ്റെ പാത്തിന് ഡിഫ്ലക്ഷൻ സംഭവിച്ചു. സപ്പോസ് m1 ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്തതെന്ന് വിചാരിക്കുക, വിത്ത് വെലോസിറ്റി v1 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ആ ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്തത്. സപ്പോസ് ഈ m1 ഇവിടെ നിന്നും ഡിഫ്ലക്റ്റ് ചെയ്യപ്പെട്ട ആംഗിൾ എന്ന് പറയുന്നത്
ലെറ്റ് മീ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് θ1. ഇവിടെ ഈ θ1 എന്ന് പറയുന്ന ആംഗിളിനെ നമ്മൾ സ്കാറ്ററിങ് ആംഗിൾ എന്ന് വിളിക്കും. സ്കാറ്ററിങ് ആംഗിൾ θ1. ഇവിടെ ഒരു M2 മാസ് റെസ്റ്റിലുണ്ടായിരുന്നു. സപ്പോസ് ഈ M2 മാസ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ് ഡിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടതെന്ന് വിചാരിക്കുക, വിത്ത് സം വെലോസിറ്റി V2. ഓക്കെ, V2 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഈ ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടു. സോ നമ്മളിപ്പോൾ രണ്ട് കേസാണ് എടുത്തത്, ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും. നൗ ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഒബ്സേർവ് ചെയ്തത് ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സിസ്റ്റത്തെ പുറത്ത് നിന്ന് ഒബ്സേർവ് ചെയ്യുകയാണ്. നമ്മൾ പുറത്ത് നിന്ന്, സിസ്റ്റത്തിൻ്റെ പുറത്ത് നിന്ന് ഈ സിസ്റ്റത്തെ ഒബ്സേർവ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡയഗ്രമാറ്റിക് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത്. ഇങ്ങനെയുള്ള ഒരു ഫ്രെയിമിനെയാണ് നമ്മൾ ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കുക. ഇനി നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം സ്ട്രെസ് ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഇതൊരു ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കൊളീഷൻ ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. എന്താണ് അവിടെ ലീനിയർ മൊമെൻറ്റവും അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയും എങ്ങനെയായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. സോ ഈ നമ്മൾ M1 എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റ് ചെയ്യപ്പെട്ട ആംഗിളിനെ θ1 എന്ന് പറഞ്ഞു. സപ്പോസ് ഈ M2 ഇങ്ങോട്ടേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യപ്പെട്ട ആംഗിളിനെ ഞാൻ θ2 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, സോ നമ്മളിവിടെ പറഞ്ഞു കൊളീഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ അവിടെ കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ മൊമെൻറ്റവും കൺസേർവ്ഡ് ആയിരിക്കും. സോ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ആ ഡയഗ്രം ഒന്നുകൂടി റീഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ M1 മാസ് ഉണ്ട്, ഇത് U1 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ഇവിടെ M2 മാസ് ഉണ്ട്, M2 മാസ് റെസ്റ്റിലാണ്. ഇതാണ് കൊളീഷന് മുമ്പുള്ള കേസ്. നൗ കൊളീഷന് ശേഷമുള്ള കേസ് എങ്ങനെയായിരുന്നു? ഈ M1 എന്ന് പറയുന്ന മാസ് V1 വെലോസിറ്റിയിൽ θ1 ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. M2 മാസ് V2 വെലോസിറ്റിയിൽ θ2 ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു. സോ ദിസ് ഈസ് ബിഫോർ കൊളീഷൻ ആൻഡ് ദിസ് ഈസ് ആഫ്റ്റർ കൊളീഷൻ ആൻഡ് വി ആർ ഒബ്സേർവിങ് ദിസ് ഇൻ ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, നൗ ഇവിടെ നമ്മൾ ആദ്യം കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ the total momentum before collision is equal to total momentum after collision എന്നാണ്. എന്താണ് ഇവിടുത്തെ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ? ബിഫോർ കൊളീഷൻ M1 U1 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. സോ M1 U1 പ്ലസ് M2 എന്ന് പറയുന്നത് റെസ്റ്റിലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ M2 ഇൻറ്റു M2ൻ്റെ വെലോസിറ്റി 0 ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ഇത് മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ കൊളീഷൻ നമ്മൾ M1ൻ്റെ നോക്കിക്കഴിഞ്ഞാൽ M1ൻ്റെ വെലോസിറ്റി V1 ആണ്. ആൻഡ് ദാറ്റ് വെലോസിറ്റി വിൽ ബി ഹാവിങ് ആൻ എക്സ് കമ്പോണൻറ്റ് ആസ് വെൽ ആസ് എ വൈ കമ്പോണൻറ്റ്. അപ്പോൾ ഇവിടെ ഈ മൊമെൻറ്റം M1 V1 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്ത് വരും? M1 V1 എന്ന് വരും. അപ്പോൾ ആ M1 V1ന് ഒരു എക്സ് കമ്പോണൻറ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു വൈ കമ്പോണൻറ്റും ഉണ്ടാവും. സോ M1 V1ൻ്റെ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി M1 V1 cos θ1 ആയിരിക്കും. അതിൻ്റെ വൈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് M1 V1 sin θ1 ആയിരിക്കും. ഇതേപോലെ M2 മൂവ് ചെയ്യുന്നത് θ2 ആംഗിളിൽ വിത്ത് വെലോസിറ്റി V2 ആണ്. സോ ഈ M2ൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് M2 V2 ആണ് മൊമെൻറ്റം. ഓക്കെ, സോ ഈ M2 V2 എന്ന് പറയുന്ന മൊമെൻറ്റിന് എന്തുണ്ടാവും? ഒരു എക്സ് കമ്പോണൻറ്റും അതുപോലെ തന്നെ ഒരു വൈ കമ്പോണൻറ്റും ഉണ്ടാവും. സോ M2 V2ൻ്റെ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് M2 V2 cos θ2 ആണ്. അതേസമയം എൻ്റെ വൈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് M2 V2 sin θ2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മൊമെൻറ്റം യൂസിങ് മൊമെൻറ്റം കൺസർവേഷൻ M1 U1 ഈസ് ഈക്വൽ ടു, അതായത് ബിഫോർ കൊളീഷൻ്റെ ടോട്ടൽ മൊമെൻറ്റം M1 U1 പ്ലസ് M2 ഇൻറ്റു 0 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു അതിൻ്റെ ആഫ്റ്റർ കൊളീഷനുള്ള എക്സ് കമ്പോണൻറ്റുകൾ, ദാറ്റ് ഈസ് M1 V1 cos θ1 പ്ലസ് M2 V2 cos θ2 ആണെന്ന് എഴുതാം. ഇനി എന്താണ് വൈ കമ്പോണൻറ്റ്? വൈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇവിടെ M1 V1 sin θ1 ഷുഡ് ബി ഈക്വൽ ടു
m2 v2 sin theta 2 ആയിരിക്കും. ഓക്കെ, നൗ ഇതാണ് ഈ രണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയത് എന്തുപയോഗിച്ചിട്ടാണ്? യൂസിങ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റം ആണ്. ഇനി ഇതുപോലെ തന്നെ ഈ ഇലാസ്റ്റിക് കൊളീഷൻ ആയതുകൊണ്ട് ഇവിടെ കൈനറ്റിക് എനർജി എങ്ങനെയായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. സോ ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈസ് ഹാഫ് m1 u1 സ്ക്വയർ. m2ൻ്റെ വെലോസിറ്റി 0 ആണ്, സോ സെക്കൻഡ് ടേം വിൽ ബി 0 ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ 3 ഇക്വേഷൻസ് ആണ് കിട്ടിയത്. ആ 3 ഇക്വേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ഒന്ന് m1 u1 ഈസ് ഈക്വൽ ടു m1 v1 cos theta 1 പ്ലസ് m2 v2 cos theta 2, അതുപോലെ m1 v1 sin theta 1 ഈസ് ഈക്വൽ ടു m2 v2 sin theta 2 ആണ്. അതേപോലെ ഹാഫ് m1 u1 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ ആണ്. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1, ദിസ് ബി ഇക്വേഷൻ നമ്പർ 2 ആൻഡ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ചില ടേമുകളുണ്ട്. v1 v2 u1 v1 v2 u1 then theta 1 theta 2 m1 m2 ഇങ്ങനെ കുറേ ടേംസ് നമ്മൾ ഈ 3 ഇക്വേഷൻസിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം 3 ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ആ 3 ഇക്വേഷൻസ് സോൾവ് ചെയ്ത് നമുക്ക് 3 അൺനോൺസ് വരെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. യൂസിങ് 3 ഇക്വേഷൻസ് വി ക്യാൻ ഫൈൻഡ് 3 അൺനോൺസ് ബൈ സൈമൾട്ടേനിയസ്ലി സോൾവിങ് ദോസ് ഇക്വേഷൻസ്. അപ്പോൾ ഇവിടെ സപ്പോസ് നിങ്ങൾക്ക് m1ഉം m2ഉം തീറ്റ 1ഉം തീറ്റ 2ഉം അറിയാമെങ്കിൽ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ v1 v2 u1 തുടങ്ങിയ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നമ്മൾ ഒരു ലബോറട്ടറി ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഈ എക്സ്പെരിമെൻ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് യൂസിങ് ദീസ് 3 ഇക്വേഷൻസ് ഈ പറഞ്ഞ 3 പാരാമീറ്റേഴ്സ് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ കുറച്ച് ടീഡിയസ് ആണ്. സോ ദിസ് ഈസ് എ ലെങ്തി പ്രോസസ്. ഓക്കെ, ദിസ് ഈസ് എ ലെങ്തി പ്രോസസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനേക്കാൾ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഇതേ പ്രോബ്ലത്തെ നമ്മൾ ലബോറട്ടറി ഫ്രെയിമിൽ നിന്നും സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ചെയ്യുന്നത് ഈ പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇനി അതിനു മുമ്പ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് ലബോറട്ടറി ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ലബോറട്ടറി ഫ്രെയിമിൽ നിന്ന് നമ്മളിതിൻ്റെ ഇൻ ദി laboratory frame the velocity of the laboratory frame, the velocity of center of mass, the velocity of center of mass of the system. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത സിസ്റ്റം എന്തായിരുന്നു? ഒരു m1 മാസ് u1 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ഇവിടെ ഒരു m2 മാസ് റെസ്റ്റിലിരിക്കുന്നു. ഇത് തമ്മിലുള്ള കൊളീഷനാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻസ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. എങ്ങനെയാണ് എഴുതുക? m×v ഈസ് ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2 പ്ലസ് എക്സെട്ര. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ദിസ് v ഈസ് ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2 പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് m ആയിരിക്കും വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ നമുക്ക് 2 പാർട്ടിക്കിളേ ഉള്ളൂ. ആദ്യത്തെ പാർട്ടിക്കിൾ u1 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, രണ്ടാമത്തെ പാർട്ടിക്കിൾ റെസ്റ്റിലാണ്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം, ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ മൊമെൻറ്റം എടുക്കുക. ദാറ്റ് ഈസ് m1 u1 പ്ലസ് m2ൻ്റെ വെലോസിറ്റി 0 ആണ്. സോ m2 × 0 ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ്. ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? m1 പ്ലസ് m2. ഓക്കെ, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി ഞാൻ സപ്പോസ് ഒരു ക്യാപിറ്റൽ, ഒരു ബിഗ് വി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ വി എന്ന് പറയുന്നത് ഈക്വൽ ടു m1 u1 ഡിവൈഡഡ് ബൈ
m1 plus m2 എന്ന് കിട്ടും. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, ദിസ് ഈസ് ദി വെലോസിറ്റി ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദിസ് സിസ്റ്റം ഇൻ ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയാണ് ഇൻ ദി ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസ്. സോ ദിസ് ഈസ് ദ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇൻ ദി ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇനി നമ്മൾ പറയുന്ന ഇതാണ്, നമ്മൾ ഈ സിസ്റ്റത്തെ എന്ത് ചെയ്യുന്നു, നേരെ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുകയാണ്. ഓക്കെ, സോ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലേക്ക് വരുമ്പം എന്താണ് പ്രത്യേകത? നമുക്കറിയാം സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ നിന്നുകൊണ്ട് ആ സിസ്റ്റത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമുക്ക് ആ സിസ്റ്റം ഫീൽ ചെയ്യുക, അത്തരത്തിലുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫ്രെയിമിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ദ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ദ സെൻറ്റർ ഓഫ് മാസ് ഇൻ ദ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ് വിൽ ബി അറ്റ് റെസ്റ്റ്. ഓക്കെ, അത് നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദി സെൻറ്റർ ഓഫ് മാസ് ഈസ് അറ്റ് റെസ്റ്റ്. The center of mass is at rest in the center of mass frame of reference. In the center of mass frame of reference. Okay, the center of mass is at rest in the center of mass frame of reference. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പേ കൊളീഷന് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു എടുത്തത്? ലബോറട്ടറി ഫ്രെയിമിൽ എങ്ങനെയായിരുന്നു എടുത്തത്? m1 മൂവ് ചെയ്യുന്നു u1 വെലോസിറ്റിയിൽ, m2 എന്ന് പറയുന്നത് റെസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ m1 എന്ന് പറയുന്നത് ഇത് ലബോറട്ടറി ഫ്രെയിമിലെ കാര്യമാണ്, നമ്മളിപ്പോൾ ഇത് പറഞ്ഞത് നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. ഈ m1 എന്ന് പറയുന്നത് u1 വെലോസിറ്റിയിൽ m2 മാസിനെ അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സിസ്റ്റത്തിൻ്റെ ഈ m1ൻ്റെ ഈ m2ൻ്റെയും കൂടി സെൻറ്റർ ഓഫ് മാസ് ഇതിൻ്റെ ഇടയിൽ എവിടെയാണ്. അപ്പോൾ ഈ m1 റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും തോറും എന്ത് സംഭവിക്കും? സെൻറ്റർ ഓഫ് മാസും എന്ത് ചെയ്യപ്പെടും? റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. കാരണം ഈ ഇവിടെ ഒരു m1 മാസ്, ഇവിടെ ഒരു m2 മാസ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ m1ൻ്റെ m2ൻ്റെ ഇടയിൽ എവിടെയോ ആണ് സെൻറ്റർ ഓഫ് മാസ് നമുക്കറിയാം. പക്ഷേ ഈ m1 എന്ന് പറയുന്നത് ഈ m2ൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സെൻറ്റർ ഓഫ് മാസും എന്ത് ചെയ്യുന്നുണ്ടാവും? റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടാവും. കാരണം ഈ മാസ് ഷിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസും എന്ത് ചെയ്യപ്പെടും? ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലബോറട്ടറി ഫ്രെയിം പറഞ്ഞ കേസിൽ ഈ m1 എന്ന് പറയുന്ന മാസ് u1 വെലോസിറ്റിയിൽ m2 എന്ന് പറയുന്ന മാസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഈ m2 എന്ന് പറയുന്ന മാസിൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ എങ്ങനെയായിരിക്കണം? സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ സെൻറ്റർ ഓഫ് മാസ് ഫിക്സഡ് ആയിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് കാര്യം വളരെ ക്ലിയർ ആക്കുക. ഇൻ ദ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ് ദ സെൻറ്റർ ഓഫ് മാസ് വിൽ ബി അറ്റ് റെസ്റ്റ്. അതായത് നമുക്കിവിടെ ഒരു m1 എന്ന് പറയുന്ന മാസുണ്ട്, ഇവിടെ m2 എന്ന് പറയുന്നൊരു മാസുണ്ട്. ഇതിൻ്റെ ഇടയിൽ എവിടെയോ ആണ് ഈ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നമ്മൾ ഈ സിസ്റ്റത്തെ കൺസിഡർ ചെയ്യുമ്പം ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന റെസ്റ്റിലായിരിക്കണം. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലായിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം m1 മാസ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്, അപ്രോച്ചിങ് m2 മാസ്. സപ്പോസ് m1 മാസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ലബോറട്ടറി ഫ്രെയിമിൽ നമ്മൾ u1 എന്ന് എടുത്തതുകൊണ്ട് ഇവിടെ നമ്മളതിനെ u1 പ്രൈം എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ m1 എന്ന് പറയുന്ന മാസ് റൈറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത് വിത്ത് u1 പ്രൈം വെലോസിറ്റി. പക്ഷേ ഇൻ ദ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ് സെൻറ്റർ ഓഫ് മാസ് മസ്റ്റ് ബി ഫിക്സഡ്. സെൻറ്റർ ഓഫ് മാസ് ഫിക്സഡ് ആയിരിക്കണം. അങ്ങനെ ഫിക്സഡ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ m2 മാസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണം വിത്ത് വെലോസിറ്റി u2 പ്രൈം. എങ്കിൽ മാത്രമേ സെൻറ്റർ ഓഫ് മാസ് എന്ത് ചെയ്യത്തുള്ളൂ? റെസ്റ്റിൽ നിൽക്കത്തുള്ളൂ. ഓക്കെ, വിത്ത് സം വെലോസിറ്റി m2 മൂവിങ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വിത്ത് സം വെലോസിറ്റി u2 പ്രൈം എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ആ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റിൽ നിന്നുകൊണ്ട് ഒരു ഒബ്സർവർ ഈ സിസ്റ്റത്തെ ഒബ്സർവ് ചെയ്യുന്നു. അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ m1 എന്ന് പറയുന്ന മാസ് u1 പ്രൈം വെലോസിറ്റിയിൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടും m2 എന്ന് പറയുന്ന മാസ് u2 പ്രൈം വെലോസിറ്റിയിൽ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടും ഫീൽ ചെയ്യും. ഓക്കെ, നൗ ഇത് ബിഫോർ കൊളീഷൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. നൗ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഓക്കെ, നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞത് ലബോറട്ടറി ഫ്രെയിമിൽ എങ്ങനെയായിരുന്നു? m1 മാസ് u1 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, m2 എന്ന് പറയുന്ന മാസ് റെസ്റ്റിലാണ്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ദി
ലബോറട്ടറി ഫ്രെയിം. ഇതേ പ്രോബ്ലം നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലെടുക്കുമ്പോൾ M1 മാസ് U1 പ്രൈം വെലോസിറ്റിയിൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് റെസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ M2 എന്ന് പറയുന്ന മാസ് ഒരു U2 പ്രൈം വെലോസിറ്റിയിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. സോ ദിസ് ഈസ് ദി സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇത് രണ്ടും എപ്പോഴുള്ള കേസാണ്? ബിഫോർ കൊളീഷനാണ്. കൊളീഷന് മുമ്പുള്ള കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ വെലോസിറ്റീസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ നമ്മൾ പറഞ്ഞു ദ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് വെച്ചിരുന്നതാണ്. എന്താണ്? വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇൻ ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസ്. വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇൻ ലബോറട്ടറി ഫ്രെയിം എന്ന് പറയുന്നത് V ഈസ് ഈക്വൽ ടു M1 U1 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ആണ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയാണ് ഇൻ ദി ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. അതായത് ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസിൽ സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നുണ്ട്. ആ സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് M1 U1 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. പക്ഷേ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലാണ്. അതായത് സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വെലോസിറ്റീസ് തമ്മിലുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻസ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതായത് U1 പ്രൈം എന്ന് പറയുന്നത് ഈക്വൽ ടു ദിസ് U1 മൈനസ് V ആണെന്ന് എഴുതാൻ വേണ്ടി പറ്റും. കാരണം U1 പ്രൈം ടുവേർഡ്സ് റൈറ്റ് സൈഡാണ്, U1 ഈസ് ടുവേർഡ്സ് റൈറ്റ് സൈഡാണ്. ക്യാപിറ്റൽ V എന്ന് പറയുന്നത് ആദ്യത്തെ ഫ്രെയിമിൽ, അതായത് ലബോറട്ടറി ഫ്രെയിമിലുള്ള സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയാണ്. അതായത് ഇവിടെ എവിടെയോ സെൻറ്റർ ഓഫ് മാസ് ഉണ്ട്, ആ സെൻറ്റർ ഓഫ് മാസ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് നമ്മൾ ക്യാപിറ്റൽ V എന്ന് പറഞ്ഞത്. സോ U1 പ്രൈം ഇത് ഈസ് ഈക്വൽ ടു U1 മൈനസ് V ആയിരിക്കും. അതുപോലെ U2 പ്രൈം എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ M2 മാസ് റെസ്റ്റിലാണ് ലബോറട്ടറി ഫ്രെയിമിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് U2 മൈനസ് V എന്ന് എഴുതുന്നതിൽ അർത്ഥമില്ല, കാരണം U2 0 ആണ്. അതുകൊണ്ട് U2 പ്രൈം ഈസ് ഈക്വൽ ടു മൈനസ് V ആണെന്ന് കിട്ടും. നോ, ഇത് നമ്മൾ ബിഫോർ കൊളീഷനാണ് കൺസിഡർ ചെയ്തത്. ഇനി ആഫ്റ്റർ കൊളീഷൻ എന്തായിരുന്നു കേസ്? ആഫ്റ്റർ കൊളീഷൻ ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഈ M1 എന്ന് പറയുന്ന മാസ് V1 വെലോസിറ്റിയിൽ θ1 ആംഗിളിൽ മൂവ് ചെയ്യുകയും M2 എന്ന് പറയുന്ന മാസ് θ2 ആംഗിളിൽ V2 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് നമ്മൾ ഇപ്പോൾ ഇവിടെ പറയുന്നത് ആഫ്റ്റർ കൊളീഷനാണ്. ഇത് ഏത് ഫ്രെയിമാണ്? ദിസ് ഈസ് ദി ലാബ് ഫ്രെയിം. ഇതേ കാര്യം നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലേക്ക് വരുമ്പോൾ, സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ആഫ്റ്റർ കൊളീഷൻ എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിള് സപ്പോസ് ഇത് M1 ആണ്, മൂവിങ് വിത്ത് വെലോസിറ്റി V1 പ്രൈം എന്ന് ഡിനോട്ട് ചെയ്യുന്നു. നമ്മൾ പ്രൈം റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിനെയും പ്രൈം ഇല്ലാത്തത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലബോറട്ടറി ഫ്രെയിമാണ്. സോ M1 V1 പ്രൈം, ഈ M2 എന്ന് പറയുന്നത് V2 പ്രൈം വെലോസിറ്റിയിൽ ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിൾ തീറ്റ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് നമ്മളിനി തുടർന്നുള്ള വരുന്ന ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഈ രണ്ട് ആംഗിളും ഒരേ ആംഗിൾ തന്നെ തീറ്റയായി, എന്തുകൊണ്ട് ഇത് എതിർ ദിശയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ ആ കാര്യം നമ്മളിനി വരുന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റിയുടെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് U1 പ്രൈം ഈക്വൽ ടു U1 മൈനസ് വിയും U2 പ്രൈം ഈസ് ഈക്വൽ ടു മൈനസ് വിയും ആണെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ലബോറട്ടറി ഫ്രെയിമിലുള്ള പാർട്ടിക്കിളുകളുടെ വെലോസിറ്റി V1 V2മാണ് ആഫ്റ്റർ കൊളീഷൻ. സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലുള്ള ആഫ്റ്റർ കൊളീഷൻ വെലോസിറ്റീസ് എന്ന് പറയുന്നത് V1 പ്രൈമും V2 പ്രൈമുമാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ V1 പ്രൈം ഈസ് ഈക്വൽ ടു V1 മൈനസ് V ആണെന്നും V2 പ്രൈം ഈസ് ഈക്വൽ ടു V2 മൈനസ് V ആണെന്നും എഴുതാം. ഇതെന്തുകൊണ്ടാണ് ഇവിടെ ഈ V2 മൈനസ് V എങ്ങനെ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ക്യാപിറ്റൽ V റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ഇൻ ദി ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസിൽ സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് V. പക്ഷേ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ ആ രണ്ട് വെലോസിറ്റീസ്, ഈ രണ്ട് ഫ്രെയിമിലുള്ള വെലോസിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ലബോറട്ടറി ഫ്രെയിം സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ലബോറട്ടറി ഫ്രെയിമിലെ വെലോസിറ്റി മൈനസ് ദ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇൻ ലബോറട്ടറി ഫ്രെയിം എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക.
സോ നമ്മുടെ വെലോസിറ്റിയുടെ ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻസ് ആണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തിരുന്നത്. അതായത് നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്, u1 പ്രൈം ഈസ് ഈക്വൽ ടു u1 മൈനസ് വി ആണ്. അതുപോലെ തന്നെ u2 പ്രൈം ഈസ് ഈക്വൽ ടു മൈനസ് വി ആണ്. v1 പ്രൈം ഈസ് ഈക്വൽ ടു v1 മൈനസ് വി ആണ്. v2 പ്രൈം ഈസ് ഈക്വൽ ടു v2 മൈനസ് വി ആണ്. ഓക്കെ, ഇനി the center of mass is at rest in the center of mass frame. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ പറഞ്ഞിരുന്നു. സെൻറ്റർ ഓഫ് മാസ് ഈസ് അറ്റ് റെസ്റ്റ് ഇൻ ദി സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും, ഹെൻസ് the particles should have equal and opposite momenta. എന്താ ഇതിൻ്റെ മീനിങ്? അതായത് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലുള്ള പാർട്ടിക്കിളുകളുടെ മൊമെൻറ്റം എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ മുമ്പേ എടുത്ത സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ ഇതെങ്ങനെയാണ്, m1 u1 പ്രൈം വെലോസിറ്റിയിൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലാണ്. m2 മാസ് u2 പ്രൈം വെലോസിറ്റിയിൽ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കേസിൽ നമ്മൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഓരോ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം എടുക്കും. അതായത് m1 u1 പ്രൈം, ഇതാണ് m1ൻ്റെ ടോട്ടൽ മൊമെൻറ്റം, പ്ലസ് m2ൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് m2 u2 പ്രൈം ആണ്, ഈസ് ഈക്വൽ ടു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മാസ്, ദാറ്റ് ഈസ് m1 പ്ലസ് m2 ഇൻറ്റു സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി. ഇങ്ങനെയാണ് വരിക. ഇതാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. പക്ഷെ നമുക്കറിയാം, ദ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇൻ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഈസ് 0. അപ്പോൾ വി സി എം എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ എന്താണ്, 0 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, m1 u1 പ്രൈം ഈസ് ഈക്വൽ ടു മൈനസ് m2 u2 പ്രൈം ആണെന്ന് എഴുതാം. അതുകൊണ്ടാണ് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ ഈ പാർട്ടിക്കിളുകളുടെ മൊമെൻറ്റം എങ്ങനെയായിരിക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞത്. അതായത് m1 u1 പ്രൈം ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് m2 u2 പ്രൈം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ കൊളീഷൻ ഇതിൻ്റെ മൊമെൻറ്റം എങ്ങനെയായിരിക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് m1 v1 പ്രൈം എടുത്താൽ അതും എന്തിനോട് ഈക്വൽ ആയിരിക്കും, മൈനസ് m2 v2 പ്രൈമിനോട് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആഫ്റ്റർ കൊളീഷൻ ഈ പാർട്ടിക്കിളുകൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻ്റ് ആണെന്ന് പറഞ്ഞു. അതായത് m1 എന്ന് പറയുന്നത് v1 പ്രൈം വെലോസിറ്റിയിൽ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്താൽ അതിൻ്റെ നേരെ എതിർ ദിശയിലേക്കായിരിക്കും m2 മാസ് v2 പ്രൈം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് സെയിം ആയിട്ട് വരിക. സോ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഓർക്കുക, സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ പാർട്ടിക്കിളുകളുടെ മൊമെൻറ്റം എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സോ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ആണെന്നുള്ള കാര്യം ഓർക്കുക. സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ പാർട്ടിക്കിളുകളുടെ മൊമെൻറ്റം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് കിട്ടി. ദാറ്റ് ഈസ് m1 u1 പ്രൈം ഈസ് മൈനസ് m2 u2 പ്രൈമും m1 v1 പ്രൈം എന്ന് പറയുന്നത് മൈനസ് m2 v2 പ്രൈമും ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാനും പറ്റും, ഇത് ഈക്വൽ ആണെന്ന്. അതായത് m1 u1 പ്രൈം m2 മൈനസ് m2 u2 പ്രൈമിനോടും m1 v1 പ്രൈം മൈനസ് m2 v2 പ്രൈമിനോടും ഈക്വൽ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫ് എന്ന് പറയുന്നത് ഞാൻ സപ്പോസ് അതിൻ്റെ ഒരു പ്രൂഫ് ഞാനിവിടെ കാണിക്കാം. അതായത് ഞാനിപ്പോൾ ഇവിടെ m1 u1 പ്രൈം എടുക്കുന്നു. പക്ഷെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ u1 പ്രൈം എന്ന് പറയുന്നത് എന്താണ്, u1 പ്രൈം ഈസ് u1 മൈനസ് v ആണെന്ന് എഴുതിയിട്ടുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു m1 ഇൻറ്റു u1 മൈനസ് v എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇൻ ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. അത് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് m1 u1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ആണെന്ന് എഴുതിയിരുന്നു. സോ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് m1 ഇൻറ്റു എന്ത് വരും, u1 ഇൻറ്റു m1 പ്ലസ് m2 മൈനസ് m1 u1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ m1 u1 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ദിസ് വിൽ ഗീവ് യു m1 m2 u1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് കിട്ടും.
ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, -m2u2 പ്രൈം എടുക്കുന്നു. ദിസ് ഈസ് ഈക്വൽ ടു -m2 ഇൻറ്റു u2 പ്രൈം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. u2 പ്രൈം ഈസ് -v. സോ ദിസ് ഈസ് ഈക്വൽ ടു m2 ഇൻറ്റു മൈനസ് പ്ലസ് ആയി m2 ഇൻറ്റു v എന്ന് പറയുന്നത് m1u1 ബൈ m1 പ്ലസ് m2 ആണ്. സോ ദിസ് ഈസ് അഗെയിൻ m1 m2 u1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്, m1u1 പ്രൈം ഈസ് ഈക്വൽ ടു -m2u2 പ്രൈം ആണെന്ന് കിട്ടി. Similarly, we can prove m1v1 prime is equal to -m2v2 prime ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ. പ്രൈം റെപ്രസെൻ്റ് ചെയ്യുന്ന സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിനെയാണ്. സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലെ പാർട്ടിക്കിളുകളുടെ മൊമെൻറ്റം എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അത് ബിഫോർ കൊളീഷൻ ആയാലും ശരി, ആഫ്റ്റർ കൊളീഷൻ ആയാലും ശരി, ദ മൊമെൻറ്റം വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മൾ മെയിനായിട്ട് ഈ ടോപ്പിക്കിലെ ഒരു ഫിസിക്സ് പാർട്ട് എന്ന് പറയുന്നത് ഇത്രയുമാണ്. ബാക്കി വരുന്നത് എല്ലാം ഇതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് ആണ്. അത് ഒരു അടുത്ത പാർട്ടായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.